അപ്പോൾ നമ്മളെത്തിയിട്ടുള്ളത് മാങ്ങത്തോട്ടങ്ങൾ തേടിയിട്ട് വെല്ലരാംപള്ളി എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തിലാട്ടോ. ഈ ഒരു പ്രദേശം മൊത്തം, അതായത് കൃഷ്ണഗിരിയുടെ എല്ലാ ഭാഗങ്ങളിലും മാങ്ങത്തോട്ടങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ മാങ്ങത്തോട്ടം ആണെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. മാങ്ങ ഫെസ്റ്റിവൽ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. ജസ്റ്റ് തോട്ടങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടുകാണ് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവാം. ഫോളോ മീ. ഈ കാണുന്നതൊക്കെ മാങ്ങത്തോട്ടങ്ങളാണ് കേട്ടോ. മെയിൻ റോഡിലാണ് ഇത്രയുണ്ട്. അതേപോലെ തന്നെ ആ സൈഡിലൊക്കെ മാങ്ങത്തോട്ടങ്ങളാണ് കേട്ടോ. മൊത്തത്തിൽ മാങ്ങ റോഡാണ്. ഈ സൈഡിലൊക്കെ മാങ്ങത്തോട്ടങ്ങളാണ് കേട്ടോ. ഈ സൈഡിലേക്ക് നോക്കണമെങ്കിലും അത്യാവശ്യം മാങ്ങത്തോട്ടങ്ങളാണ് മൊത്തത്തിൽ. നമ്മളുടെ ജഗദേവിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ കൃഷ്ണഗിരിക്ക് തിരിച്ചു പോയത് കേട്ടോ. ആ കാണുന്ന മല ഉണ്ടല്ലോ, ആ മലയുടെ നേരെ താഴത്തായിട്ടൊരു മക്കാം വരുന്നുണ്ട്. ആ മലൻ്റെ നേരെ മേലായിട്ട് ഒരു കോട്ട ഉണ്ട് കേട്ടോ. ടിപ്പു സുൽത്താൻ്റെ കോട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം. അത് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ കയറണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ നോക്കുമ്പോൾ മൂപ്പര് പറഞ്ഞു നിങ്ങൾ കൃഷ്ണഗിരി പോയി. കൃഷ്ണഗിരിയിൽ ഇതിലും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമുണ്ട്. കൃഷ്ണഗിരി മക്കാമ് രണ്ടായിട്ടാണ് ഉള്ളത്. മലയുടെ മേലെ ഉടലും താഴത്ത് തലയും, അങ്ങനെ രണ്ടായിട്ട് മക്കാമ് നാല് മക്കാമ് 2 പേരിതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പോയിട്ട് കൃഷ്ണഗിരി പോയിട്ട് മൊത്തം 2-3 ദിവസം നിന്ന് എക്സ്പ്ലോർ ചെയ്ത് പോന്ന്. ഇപ്പം ഈ മല കയറാൻ പോട്ടോ. മോനസിന് ഒരു ആഗ്രഹം ചോദിച്ചു നോക്കുക. ചക്ക ചക്ക കുടിച്ചോ? ഇതെന്തിനാണ് ചക്ക? എന്തിനാണ് കൊടുത്തട്ടാ? ഈ കാണുന്നത് നമ്മളെ കൃഷ്ണഗിരിക്ക് പോണ റോഡാട്ടാ. ഇതിങ്ങനെ വിൽപ്പുറം ആ സൈഡിലേക്ക് പോണ റോഡാണ്. നിൽക്കുന്ന ആളാട്ടോ ഇപ്പോൾ ഈ ഒരു ദർഗാ ഷെരീഫ് സംരക്ഷിക്കുന്നത്. യാദർശികമായിട്ട് കണ്ടതാണ് മൂപ്പരെ. ഞങ്ങളിവിടെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറാതെ ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്ത് നിൽക്കുന്നു. അപ്പോഴാണ് മൂപ്പര് വന്നത് കേട്ടോ. ഒരുപാട് ദർഗകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ കുട്ടികളതൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു ദർഗയുടെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. മൂപ്പരാണ് ഈ ബിൽഡിങ്ങിൻ്റെയും ഇതിൻ്റെ കോർണർ മൂപ്പരാട്ടോ. മൂപ്പര് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. നമുക്ക് പോകാനുള്ള മല ആ കാണുന്ന മല കേട്ടോ. നേരെ മേലെ ഭാഗത്തായിട്ട് കോട്ടയുടെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് ദർഗാ ഷെരീഫുകളും മക്ബറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിങ്ങനെ മൺമറിഞ്ഞ് പോയി എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ഏരിയയിലൊക്കെ കവറുകളുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു കവറ് അങ്ങനെ ഒരു കല്ല് മേലെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഏട്ടനാ തട്ടോ അവിടെ മാമ്പഴത്തോട്ടം കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. നമ്മളേ ഇവിടെ വെച്ചിട്ടാട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒരു മരമായിട്ട്, അതായത് കാറ്റ് പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു അട്ടപ്പെട്ടി നമ്മൾ മുന്നേ മേടിച്ചിട്ടുണ്ട്. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഓൾ ഇന്ത്യ യാത്രയിൽ കൃഷ്ണഗിരിയിലെ ജഗദേവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ മലയാണ് ജഗദേവ് മല. അതായത് പണ്ട് കാലങ്ങളിൽ ടിപ്പു സുൽത്താന് അതുപോലെ രാമേശ്വർ നായർ എന്ന് പറയുന്ന 2 വ്യക്തികൾ, ഹൈദരാബാദിലുള്ള രാമേശ്വർ നായർ എന്ന് പറയുന്ന വ്യക്തിയും ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന വ്യക്തിയും കലഹം ഉണ്ടായിട്ട്, രാജാക്കന്മാർ കലഹം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജഗദേവ് എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങോട്ട് അയച്ചിട്ട് ഇവിടെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് രാമേശ്വർ നായർ പറഞ്ഞയച്ച ആളാണ് ജഗദേവ് നായർ. അങ്ങനെ അയാൾ താമസിച്ചിരുന്ന ഏരിയയാണ് ഈ മലൻ്റെ മേലട്ടോ. ഈ ഒരു കോട്ടയിൽ നിന്നിട്ട് കൃഷ്ണഗിരി എല്ലാം വീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെയാണ് അവർ താമസിച്ചിരുന്നത്. അങ്ങനെ ഈ ഒരു മല അറിയപ്പെടുന്നത് ജഗദേവ് മല എന്ന പേരിലാട്ടോ അറിയപ്പെടുന്നത്. അങ്ങനെ പണ്ട് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലത്തേക്കാട്ട് നമ്മൾ പോണത്. അതിന് മേലെ ഒരുപാട് കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞ്, കുളങ്ങളുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് കാണിച്ചില്ലേ നമ്മളെ കൃഷ്ണഗിരി ഫ്ലോട്ട്. ഇതിലും കൂടുതൽ ട്രക്കിങ്ങും കാര്യങ്ങളും എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഒരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് വഴി അങ്ങനെ ഓരോന്ന് പറഞ്ഞു പോവാം. ഫോളോ മീ. ഈ ഒരു സ്ഥലത്ത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വിവരണം കൊടുത്തിട്ടുണ്ട്. തമിഴിലും കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജഗദേവി ഫോർട്ടിനെ പറ്റിയിട്ടും ജഗദേവി പാളയം എന്ന് പറഞ്ഞിട്ട് 2 ഏരിയ ആക്കിയിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയറി പോകാനുള്ളത് ഈ ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. ജസ്റ്റും കുട്ടിയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഏരിയ കൂടി ഇങ്ങനെ കയറിപ്പോകണം. അങ്ങനെ കണ്ടില്ലേ, മല ഇവിടുന്ന് കാണുമ്പോൾ തന്നെ പേടിയാവുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിക്ക് കൂടിയാണ് നമ്മൾ നടന്നു പോണത്. അപ്പോളേ ഏത് മലൻ്റെ മേലേക്ക് കയറണമെങ്കിലും വെള്ളം കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിക്കൊണ്ടിട്ടാ, ഇല്ലെങ്കിൽ ആകെ താപാനാവും. ഞങ്ങൾ വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ കയറുന്നത്.
നമ്മൾ വിചാരിച്ച ടൈമിൽ കയറാനും ഇറങ്ങാനും സാധിച്ചോളന്നില്ല. ഈ ഒരു ഏരിയക്ക് വന്നപ്പോൾ 2 വഴികളുണ്ട് കേട്ടോ. നമുക്ക് ഈ വലത്തേ ഭാഗത്തേക്ക് പോയേക്കാം. ഈ ഒരു വലത്തേ ഭാഗത്തുള്ള റോട്ടിനാണ് അല്ല വൈക്കാട്ട പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ വലിയൊരു പാറ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പോണ വഴികളൊക്കെ നോക്കിയിട്ടോ, സ്റ്റെപ്പ് കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ കയറിപ്പോണം. നമുക്ക് പോകാനുള്ളത് ആ മലേൻ്റെ മേലെ കാണട്ടോ. ഇവിടെയും വലിയൊരു പാറക്കൂട്ടത്തിലുള്ള മല കാണുന്നുണ്ട്. തീരെ വഴികളില്ല കേട്ടോ, ഇങ്ങനത്തെ ഏരിയയിൽ കൂടെയൊക്കെ യാത്ര. അവസ്ഥ സ്റ്റെപ്പും ഇല്ല, കല്ലില്ല, പാറമ്മ കൂടെ കയറണം. എത്തുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മളെ താഴെ വണ്ടി നിർത്തില്ലേ, അവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മക്കബറ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ പോസ്റ്റ് കണ്ടോളിട്ടാ, ഇരുമ്പിൻ്റെ പോസ്റ്റാണ്. ഈ പോസ്റ്റിനെ വെച്ച കാലപ്പഴക്കം മനസ്സിലാക്കാം. ഇതുപോലത്തെ ഏരിയ കൂടെ കേട്ടോ യാത്ര. കല്ലുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. വേഗമായിട്ട് വന്നോടൂ. ഏരിയക്ക് എത്തിയപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ പണിയിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവണില്ല. ഇതിങ്ങനെ കേട്ടോ ഇതിൻ്റെ നിർമ്മിതി വരുന്നത്. അവിടെ ഒറ്റുണ്ട്. ഈ കാണുന്ന കുത്തനുള്ള സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ പണി കഴിപ്പിച്ച മാതിരി തോന്നുന്നുണ്ട് ഇപ്പോൾ അടുത്തൊക്കെ ആയിട്ട്. കാരണം ഇവിടെയൊക്കെ അതിൻ്റെ ചീള് കാര്യങ്ങളൊക്കെ കിടക്കണേ. കുറേ കാലം മുന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണൂലല്ലോ. ഇവിടെ നിന്നാണ് നല്ല കുത്തനുള്ള മല കേട്ടോ, അല്ല കുത്തനുള്ള സ്റ്റെപ്പുകളാണ്. സൈഡുകളിലും കാട് നിറഞ്ഞിരിക്കണം കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ വീണ്ടും സ്റ്റെപ്പുകളാണ് കേട്ടോ. ആദ്യമൊക്കെ സ്റ്റെപ്പുകളാണ്. കല്ലുകളൊക്കെ മാർബിൾ, ഗ്രാനൈറ്റ് ഇങ്ങനത്തെ ഒക്കെ കല്ലുകളില്ലേ, അതേപോലത്തെ കളർ കേട്ടോ. കൊത്തിവെച്ച ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ആ മലേൻ്റെ അവിടെ നിന്ന് കല്ല് പിളർന്ന് നിൽക്കണ നോക്കുകയാണെങ്കിൽ വലിയൊരു കല്ലുണ്ട് പിളർന്ന് നിൽക്കണേ. ചീളുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഇതിപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച പോലെ തന്നെ കേട്ടോ തോന്നുന്നത്. അല്ല, ഇത് മെഷീനിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണുന്നുണ്ട്. ഒരു ഏരിയക്ക് എത്തിയപ്പോൾ വേറൊരു പാറമ്മക്ക് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് കല്ലുകൾ ഇട്ടിട്ടുണ്ട്, അതും ഇതേപോലെ കൊത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നോക്കിയിട്ട് ഞങ്ങൾ ഇത്രയും കുത്തനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നോക്കി നോക്കിയിട്ടാ ഇത്രയും കുത്തനെയുള്ള സ്റ്റെപ്പുകളും പാറകളും കയറിയിട്ടാണ് വരുന്നത്. അങ്ങോട്ടും തന്നെയാണ് കേട്ടോ. കല്ലൊന്നും ഉരുളാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെയൊക്കെ കല്ല് പീസുകൾ ഇങ്ങനെ വെച്ച് ജാമാക്കി കൊടുത്തിട്ടുണ്ട്. പാറമ്മക്കൊക്കെ നോക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോഴേ അവിടെ ഒരു ഗുഹമാരൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഏരിയക്ക് എത്തിയപ്പോഴേ ഇതുപോലെ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്, പോസ്റ്റ് കാണുന്നുണ്ട്, ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടാണ് നടക്കൽ കൂടുതലായിട്ട് കാണുന്നത്. നമ്മളിഞ്ഞൊരു കാട്ടിൽ കൂടെയാട്ടോ പോണേ. അതായത് 2 സൈഡിലും അത്യാവശ്യം കാട് മാറ്റി തരിക കേട്ടോ. ഇതേപോലെ ഒഴിഞ്ഞെടുക്കുന്ന ഏരിയകളൊക്കെ കഴിഞ്ഞ് കാട്ടിൽ കൂടെ പോണേ. നമ്മൾ ഈ ഒരു ഏരിയക്ക് വരുമ്പോൾ ഇവിടെ ഒരു പാറയിൽ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയക്ക് വരുന്നത്. ഇനി നമ്മൾ തിരിച്ച് ആയിക്കോട്ടെ തന്നെ കയറി പോകണം. താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഇവിടെ ഒരു മണിയൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ മണിയൊക്കെ വരുന്നുണ്ട്. ഏകദേശം നമ്മൾ സെൻറ്റർ ഭാഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു മണി കാണാൻ കേട്ടോ. ഇതിങ്ങനെ അടിക്കാൻ നമുക്ക് കണ്ടോ. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ആനയുടെ രൂപം കാണുന്നുണ്ട്. ഇത് എന്തോ ഒരു ദേവിയാണ് കേട്ടോ. എനിക്കിതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, അവിടെ ഞാൻ പറയണില്ല. വലിയ പാറയിലാട്ടോ ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള അലോക്കിൻ്റെ ഒരു പാറ. ഇവിടുന്ന് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിട്ടത്. കറണ്ടിൻ്റെ ഒരു പോട്ട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വന്ന വഴിയിലൂടെ തന്നെ കുറച്ച് തിരിച്ചു പോകണം, എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കയറണം കേട്ടോ. എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കല്ലിൽ കൊത്തിയിട്ട്. നമുക്ക് പോകേണ്ടത് ഈ ഒരു വഴിക്ക് കൂടിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് 2 വഴികളുണ്ട് കേട്ടോ. അതിൽക്കൂടെയാണ് കൂടുതൽ നടന്നതായിട്ട് കാണുന്നത്. അതിൽക്കൂടെ പോവാം. പിന്നെ ആ ഏരിയക്ക് നമുക്ക് പോകാനുള്ളൂ കേട്ടോ. പിന്നെ പോസ്റ്റിങ്ങാല് പോണത് ആ ഒരു ഏരിയക്കാണ്. ഈ പാറ നല്ല ഗ്രിപ്പുണ്ട് കേട്ടോ. ഈ പാറ അത്യാവശ്യം ഗ്രിപ്പുണ്ട്. മഴക്കാലത്ത് വരാൻ കഴിയില്ല കേട്ടോ, വെതുക്കും. ഈ ഒരു ഏരിയ കൂടെ കേട്ടോ പോണത്. കാട് എന്ന് തന്നെ പറയാം, പക്ഷെ ഒന്ന് വെട്ടി തെളിച്ചമാരൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ പോണ വഴികൾ നോക്കിയിട്ടോ, കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ്. കയറാനുള്ള ഏരിയ കേട്ടത്. പുറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മളേ മറ്റേ മല കയറിയിരുന്നില്ലേ, കൃഷ്ണഗിരി, അവിടെ ഇതുപോലെ കാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഫുള്ള് കാടും കാര്യങ്ങളൊക്കെയാണ് ഉള്ള ഏരിയ കേട്ടോ. ഇങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു ഏരിയ കേട്ടോ നമ്മളെത്തി. നമ്മളെത്തിയത് ഇതുപോലത്തെ ഒരു ഏരിയ ഒക്കെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കൊത്തുപണി ചെയ്തിട്ട് ഒരു ഹനുമാൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഹനുമാൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളും കണ്ട്, പിന്നെ ഇതുപോലെ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നല്ലൊരു കവാടം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 600 വർഷം
മേലെ പഴക്കം കാണും. കാരണം ഈ ഇഷ്ടിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നൈസായിട്ടുള്ളതാണ്. കാടിൻ്റെ നടുക്കാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള റോട്ടിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇവിടെ 2 സൈഡിൽ വിളക്ക് കാര്യങ്ങൾ കത്തിച്ചേക്കാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വലിയ കേട്ടോ പാറിൻ്റെ ഇതിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കറണ്ട് ഒരു പോട്ട് വരുന്നുണ്ട്. കയറാനുള്ള ഇതിൽ കൂടെ കേട്ടോ ഫുൾ കാട്ടിലൂടെയുള്ള യാത്രയാണ്. നമുക്ക് കയറിപ്പോയുള്ളത് ഈ ഒരു വഴിക്ക് കൂടിയാണ് കേട്ടോ. മനസ്സ് കയറി നോക്കണേ. ഈ ഏരിയക്കൊക്കെ സ്റ്റെപ്പുകൾ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നടക്കുന്നതായിട്ടൊന്നും വഴികളൊന്നുമില്ല. സ്റ്റെപ്പുകൾ കാണുന്നുണ്ട് പഴയ കാലത്തുള്ള. ആ പാറിൻ്റെ വലിപ്പം നോക്കിയിട്ടോ. ആ പാറിൻ്റെ അടിയിലാണ് ആ സ്വാമിമാരെ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ കറങ്ങി വന്ന് ഈ ഒരു മലമ്മക്കട്ട കയറണേ. ഈ സൈഡിൽ കണ്ടിരുന്ന ഈ ഒരു ഏരിയക്കാണ് പോണത്. ഒരു പാറിൻ്റെ മേലക്കട്ട എത്തിയേ. ഒരു തളർന്നു. പാവമാണ് 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 ഡേ. ഇങ്ങനത്തെ ഒരു ഏരിയക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ആ പാറൊക്കെ കറക്റ്റ് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. അതായത് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. നമ്മൾ വന്ന റോഡാണ് കേട്ടോ കാണുന്നത്. ഈ ഏരിയയിൽ ഇതാട്ടോ പടവ് കാണുന്നത്. മേലെ അതിൽക്കൂടെ അങ്ങനെ ആ മലൻ്റെ മേലേക്ക് നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ കോട്ടൻ്റെ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലുക്കാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലേ നല്ല വെള്ളമൊഴുക്കുള്ള മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. വലിയൊരു പാറയാണ്. സ്റ്റെപ്പുകളൊന്നും ഇല്ല ഇവിടെ നിന്നുണ്ട്. പാറ പൊട്ടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ജെസ്സിയും കുട്ടിയൊക്കെ കയറി വരുന്നത്. ഒക്കെ എത്തിയപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു അടിഭാഗം ഇങ്ങനെയാണ്. വലിയൊരു പാറ കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഗ്രിപ്പ് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 അടി താഴ്ചയൊക്കെ ഉണ്ടാവും താഴത്തേക്ക്. ഈ കറുത്ത പാടുകളില്ലേ, ഈ പാടുകളൊക്കെ വെള്ളം വരുന്ന കേട്ടോ. അപ്പം മഴക്കാലുണ്ടാകുമ്പോൾ മഴ ചാറുമ്പോഴൊന്നും ഇങ്ങോട്ട് കേരളം നടക്കില്ല. നല്ല ടാസ്ക് ആയിരിക്കും. നമ്മളേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫേസ് ആട്ടോ. ഇത്രയും ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണം. അതായത് ഗ്രിപ്പില്ലാതെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് മരണം ഉറപ്പാണ്. അങ്ങനത്തെ ഒരു ഏരിയ ഇട്ടത്. ആ കാണുന്ന മലതാ അതിൻ്റെ ഒരു ഉയരത്തിലായിപ്പോൾ നമ്മൾ. ഇനി നമുക്ക് പോകാനുള്ളത് ഈ ഒരു ഏരിയ കൂടെ കേട്ടോ. ഇവിടെ പിന്നെ കുറച്ചൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞാണ് നടക്കാൻ പറ്റുന്നുണ്ട് ഈ ഏരിയക്ക് എത്തിയാൽ. ഒരു ആഗ്രഹം നോക്കാണേ. മുന്നിലാണ് മണ്ടണ്. മുട്ടിയാ സാറില്ല ചേട്ടാ. കയറി പോണേ. ഇങ്ങനെയുള്ളൊരു പാറ കേട്ടോ. പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ള അതിൽക്കൂടെ ഒന്ന് കയറാൻ നിൽക്കരുത്. ഇതിൽ കൂടെ തന്നെ കയറണം. ഒരു ഏരിയക്കാട്ട് എത്തിയിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ഫോർട്ട് കാണുന്നുണ്ട്. അതിന് മതിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നോക്കിയാലേ ഏകദേശം വ്യൂ ആണിട്ടത്. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ടാ. ഇങ്ങനെയുള്ള ആ കാണുന്നേ അവിടെ കൂടെയൊക്കെ കോട്ടമതിൽ പോകുന്നുണ്ട് കേട്ടോ. മേലെ കൂടെ അങ്ങനെ അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഈ മലക്കെ കയറണം. എന്നിട്ട് ആ മലമക്കൊക്കെ പോകാണ്ടാവും. ഇങ്ങനെ കാടും കേട്ടോ ഇവിടെ താഴെ ഭാഗം. ഈ ഏരിയക്ക് എത്തിയപ്പോഴേ എവിടുക്ക വഴി കാര്യങ്ങൾ ഒന്നും അറിയണില്ല കേട്ടോ. അതിന് ഈ ഒരു ഏരിയക്ക് എത്തിക്കഴിഞ്ഞാലേ വഴിയില്ല കേട്ടോ. വഴിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വഴിക്ക് കൂടി എങ്ങനെയൊക്കെ അവിടെ കയറി എത്താം. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. ഈ കാണുന്ന വഴിക്ക് കൂടി ഇങ്ങനെ കയറുക കേട്ടോ. അങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലേ ഈ ഒരു രൂപമാണ് കേട്ടോ ഏകദേശം. വഴികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. തോന്നിടത്ത് കൂടി കയറി പോവാണേ. ഇങ്ങനെ ഒരു ഏരിയക്കാട്ട് എത്തിയത്. അവിടെ ഇങ്ങനെ മതിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കോട്ടൻ്റെ. ഇവിടെ കണ്ടാണേ റോഡ് എങ്ങനെ വഴി എങ്ങനെയാണുള്ളത് മനസ്സിലാവണില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയ. നമ്മൾ നടന്നിട്ട് ഈ ഒരു ഏരിയക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ മതിലൊക്കെ കാണുന്നുണ്ട് കോട്ടൻ്റെ. അതുപോലെ ഈ ഒരു മലേൻ്റെ മേലെയും മതിൽ കാണുന്നുണ്ട്. കയറി കയറി പോയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഏകദേശം നമ്മളെ ബാക്കിലുള്ള വ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ മല കയറിയില്ലേ, അതിലേറെ ടാസ്ക് കേട്ടോ ഈ മല. നമ്മൾ ഈ ഒരു ഏരിയക്ക് എത്തിയപ്പോൾ ആ മലേൻ്റെ മേലുള്ള കെട്ടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കോട്ടയ്ക്കേ 80 അടി ഹൈറ്റുള്ള മതിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു കേട്ടോ. നമ്മൾ പോയി കാണണം. വെടി വെക്കണ ആ ഗ്യാപ്പുകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ. നമ്മൾ ഈ ഒരു കാട്ടിക്ക് കയറിട്ടോ. മോനസും ജെസ്സിയ വരുന്നത്. ഇങ്ങനെ ഈ ഒരു കാട്ടുകൂടി ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്. ഇതിവിടെ നമുക്ക് പോയേക്കാം എവിടെ എത്തുകയെന്നുള്ളത്. അങ്ങനെ നമ്മൾ കോട്ടൻ്റെ മതിലൊക്കെ അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാട്ടുകൂടിയിട്ട് ഇങ്ങനെ കയറി വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ നിരപ്പ് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വഴികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഇതൊന്ന് കുറേ ഇങ്ങനെ മതിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതേമാതിരി ഇതിൻ്റെ മേലെയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കൺഫ്യൂഷനായി അങ്ങോട്ട് പോകുന്നത്. പാറിൻ്റെ ഉള്ളിലൊക്കെ ഗുഹകൾ കാണുന്നുണ്ട് കേട്ടോ. മലേൻ്റെ മേലേക്ക് തന്നെ വഴി മാറിയിട്ടാട്ടോ വന്നത്. ഇവിടെ നോക്കിയപ്പോൾ കണ്ടാണ് ഈ മലേൻ്റെ മേലെ ഇവിടെ ഒരു മതിൽ,
അതേമാതിരി ആ കാണുന്ന മലൻ്റെ മേലെ അതാ മതിലാൾ. അവിടെയൊക്കെ എങ്ങനെയാണെന്നാവും പഠിച്ചനെ പോക്ക്. അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിക്കിടക്കണേ. ഇനി ഇവിടുത്തെ എങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് ആലോചിക്കണേ. ഭയങ്കര ടാസ്ക്. എടോക്കാണി ഇങ്ങോട്ടിങ്ങനെ മേലേക്ക് ഇങ്ങനെ ഞങ്ങളേ കയറി വന്ന സ്ഥലമാട്ടത് കൂടി കണ്ടില്ലേ. ഒരു പിടുത്തൊന്നുമില്ല. അങ്ങോട്ട് കയറേനെ ആ മതിലാ കാണണം അപ്പുറത്തുള്ളത്. അപ്പം അതൊക്കെ താഴത്തായിട്ടാ. ഞങ്ങളിങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴികളൊക്കെ നോക്കിയിട്ടാ ആ മതിൽക്കെട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കവാടം എവിടെയെന്നുള്ളത് ഇതുവരെ കണ്ടിട്ടില്ല. മനസ്സ് കയറല്ലേ കയറി. ഇവിടെ എത്തിയപ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. ഏകദേശം ആ മലൻ്റെ ആ മതിലൊക്കെ കാണുന്നത് അതിൻ്റെ ഒക്കെ ഒരു ഏകദേശം ലെവലിലെത്തി. ഇവിടുത്തെ മതിലിൻ്റെ മേലേക്ക് എത്തി. ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള യാത്ര കേട്ടോ. ഇവിടെ ഇപ്പം ഇരിക്കണേ നിങ്ങളൊന്ന് നോക്കിട്ടാ ഏത് ഭാഗത്താന്നുള്ളത്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടോളി. ഇതാ ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കോളി. എന്താ ഇത് അത്രയും കുത്തനുള്ള ഏരിയയിലാണ് ഇരിക്കണത്. ഈ മല താഴത്തായി, ആ മലൻ്റെ ഹൈറ്റിലായി. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ മലകളും താഴത്തായിട്ടപ്പോൾ നമ്മളെ ഈ കാണുന്ന മതിൽക്കെട്ടുകൾ കണ്ടില്ലേ, ഈ ഒരു ഏരിയയിലാണ് നമ്മളുള്ളത്. അതെ ഏറ്റവും ടോപ്പിലാട്ടാ. അതായത് ഞങ്ങൾ വഴി മാറിയിട്ട് കയറിയത്. ഇപ്പോൾ ഇവിടെ ഒന്നും എൻട്രൻസ് കാണാനില്ല. അപ്പം ഞാൻ മൂലക്ക് കൂടി കയറാൻ പറ്റില്ല എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ അതിൽക്കൂടെ അങ്ങനെ റൗണ്ട് അടിച്ച് പോകണം. അതാണ് നമ്മൾ ഉദ്ദേശം കേട്ടോ. പെട്ട് കിടക്കുകയാണല്ലേ. നമ്മളേ ഈ ഒരു ഏരിയ ഇങ്ങനെ കീഞ്ഞിട്ടാട്ടോ ഇറങ്ങിയത്. ഭയങ്കര അഡ്വഞ്ചർ കേട്ടോ. ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കണ ഈ ഒരു ഏരിയ കൂടി കേട്ടോ. ഇവിടെ കൂടി ഒന്നും ആരും കയറി വരണ്ട കേട്ടോ. ഇത് ഭയങ്കര ഡേഞ്ചർ ഏരിയ കേട്ടോ. ഒരു പൊടുത്തും കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഞങ്ങൾ ഈ മതിൽ പൊളിഞ്ഞായിട്ട് ഒരു ഭാഗത്ത് കൂടി കയറാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇതിൽ കൂടി ഇത് കണ്ടാണ് നിങ്ങൾ കുണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ വന്ന ഏരിയ നോക്കിയിട്ടാ. ഇങ്ങനെ കുത്തനെ പൊടിച്ച് കയറിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഈ മതിലിൻ്റെ ഒരു വീതി നോക്കിയിട്ടോ. ജെസ്സി ഇതവിടെ നിൽക്കണേ, മോനസ് ഇവിടെ നിൽക്കണേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മതിലിൻ്റെ ഒരു വീതി. ഇവിടെ പൊളിഞ്ഞാടിയോണ്ട് ഇങ്ങനെ കയറാൻ പറ്റിയ കേട്ടോ. അല്ലെങ്കിൽ ആകെ പെട്ടിന്ന് ഇങ്ങനെ കയറിയപ്പോൾ അതുപോലത്തെ ഒരു മലൻ്റെ ഒരു ഏരിയ കേട്ടോ. ഇതിൽ ഇങ്ങനെ വഴി കാണുന്നുണ്ട്. ഞങ്ങൾ അതിൽ പോകാൻ വെച്ചിട്ടാണ്. ഇങ്ങനെ പാറകളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഈ മതിലിൻ്റെ ഒരു വീതി നോക്കിയിട്ട് ഞങ്ങൾ എത്ര വീതി ഉണ്ടെന്നുള്ളത്. ഇത് ഏകദേശം ഒരു 1 2 3 4 5 കല്ലിൻ്റെ വീതി ഉണ്ടാവട്ടെ നമ്മുടെ നാട്ടിലത്തെ. പിന്നെ ഇതാണെങ്കിൽ ഒരു 3 കല്ലിൻ്റെ. ഭയത്തിന് പൂത്തിട്ട് നല്ല സ്മെല്ലുണ്ട്. നമ്മളാ കാണുന്നു കേട്ടോ. ഏറ്റവും ഹൈറ്റിലുള്ള ഒരു കോട്ടക്കെട്ട്. അവിടേക്ക് നമുക്ക് പോവാണ്. ഇതെങ്ങനെ കയറുന്ന സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ വിട്ടോ വെടിവെപ്പ് കേന്ദ്രങ്ങൾ ഒക്കെ അടച്ചിക്കണം കേട്ടോ. ശോ ഒക്കെ അടച്ചിക്കണേ. ഇത് കാണുന്നുണ്ട്. പിന്നെ ഇത് കാണുന്നുണ്ടില്ല. ഇതാട്ടോ ഓരോ അടിയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 2 എണ്ണത്തിൻ്റെ കേട്ടോ. ഈ ലൈനിലൊക്കെ ഉണ്ട്. ആ ഓട്ടോ പോയി നോക്കിയിട്ട് വരും കേട്ടോ. വെടിവെക്കണമല്ലോ കണ്ടേ എന്ന് പറഞ്ഞ വെടിവെക്കൂട്ടാ. ആയിക്കൂടി ഗുഹ അടച്ച് വെച്ചിക്കണോ നോക്കുകയാണെ. ഗുഹ എല്ലാം ഒരു അരുവിമാരുള്ള കേട്ടോ. അവിടെയൊക്കെ കല്ലിട്ട് അടച്ചിരിക്കണേ. ഇതുപോലെ വെള്ളം വരുന്ന ഏരിയ കേട്ടോ. മേലൊക്കെ അത് കല്ല് വെച്ചുകൊണ്ട് അടച്ചിരിക്കണേ. അങ്ങനെ ഒരു നിർമ്മിതി കാണുന്നുണ്ട് കേട്ടോ. ഇതിന് ബാക്കി ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയിക്കണേ. ഇവിടെയും കാണുന്നുണ്ട് ഒരു നിർമ്മിതി. ഇതൊക്കെ ഇഷ്ടിക കൊണ്ട് തേച്ചിട്ട് പിന്നെ നമ്മൾ മറ്റേ കോട്ടകളൊക്കെ കാണുന്ന പോലെ കല്ലുകൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. തൂണ് കാര്യങ്ങൾ മേലത്തതൊക്കെ കല്ലുകളാണ്, കരിങ്കല്ലാണ്. ഏരിയയിലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ. ഇതൊക്കെ ആ വെടിവെപ്പ് കേന്ദ്രങ്ങളാണ് തോന്നുന്നുണ്ട്. ഇവിടെ നമ്മൾ കയറി വരികയാണെങ്കിൽ ഇതിൽ കൂടെ വരായിരുന്നു കേട്ടോ. പക്ഷേ ടാസ്ക്കാണ്. അത്രയും ചെരുവുള്ള ഏരിയകളാണ് അതൊക്കെ. എങ്ങനെയൊക്കെയാണ് കയറി വന്നു അത്രേ ഉള്ളൂ. മൃഗങ്ങളൊക്കെ കിടക്കലുണ്ട് തോന്നുന്നു കേട്ടോ. ഇവിടെ നല്ല വൃത്തി മടുപ്പുണ്ട്. കാഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ആടിൻ്റെ ഒക്കെ പാറകളൊക്കെ നോക്കിയിട്ടാ. കറക്റ്റ് നമ്മളെ നാട്ടിലേക്ക് വരുന്ന ഗ്രാനൈറ്റ് മാർബിൾ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളല്ലേ അതിൻ്റെയൊക്കെ കളർ ഇട്ടോ. ഒരു വെടിവെപ്പ് കേന്ദ്രങ്ങൾ നമുക്കവിടെ പോയി വെക്കാം. കോട്ടകൾ അടച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ അതുപോലെ തന്നെ കേട്ടോ. മതിൽ കൊണ്ട് പൊളിഞ്ഞാടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ മതിൽ പൊളിഞ്ഞാടിയിട്ടുണ്ട്. ഇതിൽ കൂടെ ഒക്കെ കയറി വരാം. ഇപ്പോൾ നമ്മൾ കയറിയിലൊക്കെ സുഖമാണ് ഇതിൽ കൂടെ കയറാൻ. ഇവിടുന്ന് നോക്കുമ്പോൾ താഴത്തുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ മലൻ്റെ മേലിട്ട് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ബാക്കിലാണ് കാണുന്നത്. ആ മലൻ്റെ മേലെ കയറുകയാണെങ്കിൽ ഇവിടെ മൊത്തം ഈ ലോകം മൊത്തം കാണാം നമുക്ക്. ആ വെടി വെക്കുന്ന സ്ഥലമല്ലേ, അത് നോക്കാൻ വേണ്ടി പോണ ആട്ടാള്. ഏത് എത്തിപ്പാളിയൊക്കെ ഉണ്ട് കണ്ടാ. ഈ ഒരു ഏരിയ കൂടെ ഏട്ടാ പോണത് കേട്ടോ. വെടിവെപ്പ് കേന്ദ്രം ഈ ഒരു ഏരിയക്ക് എത്തിയിട്ടാ. ഇവിടെ കണ്ടാണ്
ഇങ്ങനത്തെ ഒരു വെടിവെപ്പ് കേന്ദ്രം കേട്ടോ. മേലെ ഒരുപാടുണ്ട്, താഴത്തുണ്ട്. കാണുന്നൊക്കെ വെടിവെപ്പ് കേന്ദ്രമാണ്. അടിയിലൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് സ്ഥലത്തുണ്ട്. ഇതാ താഴെ ഭാഗത്തൊക്കെ കാണുന്ന ഹോട്ടലുകളതാ ഒക്കെ അങ്ങനെ വെടിയൊക്കെ ഉള്ളതാണ്. ഒരു ഔട്ടർ ലുക്കാണ് ഈ കാണുന്നത്. പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഈ കാണുന്നത്. കാണാനായിട്ടുള്ള കുറുമ്പ്. ഞാൻ പോയടത്തേക്ക് പോകാനാണ്. ഞാനേ എന്നാ വാ കാണിച്ചതിൻ്റെ പോകുള്ളൂ. ഞാനേ കണ്ട സ്ഥലം ഇപ്പോൾ കാണാനായിട്ട് കൊച്ചി കുട്ടിക്കല്ല പിന്നെ ആരെ കാണിച്ചു തരാം. അങ്ങോട്ട് വന്നാ കൊച്ചി കുട്ടിക്കല്ല പിന്നെ ഒരു വണ്ടി വേണണ്ടാ. ആ അതൊക്കെ തന്നെ കാണല്ലോ കേട്ടാ. വാ എന്നാ പോലെ സന്തോഷായ. അല്ല ഈ ഒരു പാറിന്റെ മേലെയാണ് കേട്ടോ ഏറ്റവും ടോപ്പിലുള്ള വെടിവെപ്പ് കേന്ദ്രമാണ് തോന്നുന്നുണ്ട്. എന്തോ കലാപരിപാടികളൊക്കെ നടക്കലുണ്ട് കേട്ടോ. കണ്ടാണി ഗുഹമാതിരി ഇവിടെ കണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക്. അതേമാതിരി ഇതിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ നോക്കിയിട്ടാ. പിന്നെ ഇവിടെയൊക്കെ നോക്കി. ഇവിടെ കുറേ ഇഷ്ടികൻ്റെ സംഭവം പൊളിഞ്ഞാട്ടിയിട്ടുണ്ട്. ഇവിടെ വിറകൊക്കെ വെച്ച് എന്തോ കത്തിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാറൊക്കെ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജെസിയും കയറി വരുന്നേ. നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ കണ്ടിരുന്ന മലയാണ് ആ കാണുന്നത്. അതിൻ്റെയൊക്കെ എത്ര ഇരട്ടി ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കണേ. ഇങ്ങനെ ഒരു ഇത് കാണുന്ന എടുക്കോളമായിട്ടോ. ഇതിൽ കൂടെ എങ്ങനെ പോയേക്കാം. വീണ്ടും ഒരു കാട്ടിലേക്ക് എത്തിയിട്ടാ. ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തിരിച്ചു വന്നിട്ടാ. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഇതിൽ കൂടെ എങ്ങനെ കയറാനുള്ള പരിപാടിയാണ്. അതിൻ്റെ മേലേക്ക് ഇനി ഇങ്ങനെയാണല്ലോ കേട്ടോ വഴി. ഇതാ രണ്ട് മലൻ്റെ നടുക്കൂടി അല്ല രണ്ട് പാറിൻ്റെ നടുക്ക് കൂടി. വാ ഏരിയ നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ എങ്ങണ്ടുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് വലിയൊരു മട കേട്ടോ. ഇത്രയും വലിയ മട. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വഴിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങനെ തന്നെ പോകണം. ഞങ്ങൾ ഈ ഒരു വഴിക്ക് തന്നെ പോവാണ് കേട്ടോ, കാട്ടുകൂടി. ഈ കാട്ടിലാട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയ കൂടെ ഇങ്ങനെ വന്നപ്പോൾ ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഇവിടേക്ക് എത്തിയിട്ടാ. ഇവിടെയൊക്കെ നല്ല നോക്കണം എന്നുള്ള കേട്ടാ. ഡേഞ്ചറാണ് കുട്ടികളുടെ വരുമ്പോൾ. നോക്കുമ്പോഴുള്ള വ്യൂ നോക്കിയിട്ടാ. ഞങ്ങൾ ഏറ്റവും ടോപ്പ് കയറാനുള്ള പരിപാടി കേട്ടോ. ഇവിടെയൊക്കെ മുള്ളുകളാണ്. ഇതിൽ കൂടെ തന്നെയാണ് വഴിയുള്ളത്. പക്ഷേ ഇവിടെ മുള്ളുകളൊക്കെ വന്നിട്ട് ആരും വരേണ്ടിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു വഴിക്കാട്ടോ പോകാനുള്ളത്. ഇങ്ങനെ പോകണം. നമ്മൾ ഈ ഒരു ഏരിയക്ക് എത്തിയിട്ടാ. ഇവിടെ ഇങ്ങനെ അടച്ചിട്ടുണ്ട്. അതിന് മേലെ എന്താണെന്നുള്ള പോയേക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് കേട്ടോ മക്കളെ. ഇതാണ് അവസ്ഥ. ഒരു പിടുത്തമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ അങ്ങോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. മേലെ വലിയൊരു കുഴി കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ അവിടെയൊക്കെ കുഴി ഉണ്ടായിക്കണമെന്നുണ്ട്. അതൊക്കെ അടച്ചിക്കണം ഇപ്പോൾ. ഒന്നൊക്കെ ചാടിയാലേ എവിടുക്കാന്ന് വെത്തുക. ഉണ്ടോക്കാണി കെട്ടിൻ്റെ വീതി നോക്കിട്ടോ. ഏകദേശം ഒരു 4 കല്ലിൻ്റെ വെട്ടുകല്ലിൻ്റെ വീതി ഉണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിലാട്ടോ നമ്മൾ ഈ ഒരു പ്രകൃതിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതായത് ഈ ഒരു പാറിൻ്റെ മേലക്കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിലായി. ചുറ്റുപുറം നോക്കിക്കൊള്ളിട്ടാ. നമ്മൾ കയറിയത് ഈ പാറിൻ്റെ മേലേക്കാട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടോ, ഇതുപോലത്തെ പാറകളൊക്കെ ജോയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ മതിലുകൾ ഉണ്ടാക്കിയേക്കാണെന്നുള്ള കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കുട്ടേട്ടൻ്റെ ഒരു ഗുഹ കാണുന്നുണ്ടാണ്. പോകാൻ ധൈര്യമില്ല. നമ്മൾ എത്തിക്കണ ഈ ഒരു ഏരിയക്കാണ് കേട്ടോ. നോക്കുമ്പോഴുള്ള ഒരു വ്യൂ നോക്കിയിട്ടാ. പാറൊക്കെ കുത്താണ് ചെരിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് മേലെ എന്തെങ്കിലും ഉണ്ടോ പോയേക്കണം. ഒരു നോക്കണി ഈ ഒരു ഏരിയയിലേ വന്യമൃഗങ്ങൾ കെടുക്കലും പിടിക്കലൊക്കെ ഉണ്ടോന്നുണ്ട്. എല്ലാം മൂത്രത്തിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. ഈ ഒരു ഇടിഞ്ഞ ഏരിയ കൂടി ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെയും വലിയൊരു പാറ കേട്ടോ. ഇവിടെയൊക്കെ നിർമ്മിതികളിൽ ആ വെടിവെക്കാനുള്ള ഗ്യാപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ പകുതിയോളം ഹൈറ്റായിട്ടോ ആ ഒരു മല. പിന്നെ അവിടെ കാണുന്നത് ഏകദേശം ഇതിൻ്റെ ഒക്കെ ഒരു ഒപ്പം എന്ന് വേണമെങ്കിൽ പറയാം.
ഏരിയയിലേക്ക് എത്തുമ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ, കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. ഒരു ഏരിയയിലേ പണ്ട് എന്തോ ഒരു നിർമ്മിതി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അടിയത്തെ ഫൗണ്ടേഷൻ മാത്രം കാണുന്നുണ്ട് കേട്ടോ, ബാക്കിയൊക്കെ മണ്ണിനോട് ചേർന്ന്. ഇവിടെ തൊട്ടൊരു മതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മറ്റേ ആ ഒരു കോട്ട കണ്ടില്ലേ നമ്മൾ കൃഷ്ണഗിരിത്തെ, അതിലും വലിയ കോട്ട ഇതാണ് കേട്ടോ. ഒക്കെ നിർമ്മിതികൾ മണ്ണിനോട് ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇഷ്ടികൾ കാര്യങ്ങളൊക്കെ. അവിടെ നമുക്ക് പോകണം, അതിന് മുന്നേ ഇവിടെ ഒക്കെ ഒന്നിങ്ങനെ കറങ്ങാം. ഏരിയയിലൊക്കെ കോട്ട മതിൽ കാണുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം വീതിയിലാണ് കേട്ടോ ഉള്ളത്. ഇപ്പോഴാണ് സമാധാനമായത്, കാരണം ആ വീട് കാര്യങ്ങൾ കാണുന്നുണ്ട് താമസിക്കണ. അറ്റ്ലാസ്റ്റ് നമ്മൾ ഈ ഒരു പോയിൻ്റൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിൽ അത് വീട് കാണുന്നത്. ആ വീടിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, എങ്ങനെ ഇറങ്ങി പോക്കുന്നുള്ളതൊക്കെ, കയറി വരല്ലതൊക്കെ കേട്ടോ. ഇതുവരെ നമ്മൾ ആകെ പെട്ടീന്ന് കേട്ടോ ഇടിച്ച് നിരപ്പാക്കിയിട്ടുള്ളത് മൊത്തം. അങ്ങനെ ഇടിച്ച് എന്തോ ഒരു നല്ലൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു, ഇടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. കാലത്തേ കിടുകിടാന്ന് വിറപ്പിച്ചിരുന്ന സ്ഥലം കേട്ടോ അതൊക്കെ. പട്ടാളക്കാരും രാജാവും മറ്റേതും മറിച്ചതും. ഈ ഒരു മതിൽക്കെട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയവളേ ഇതാണ് കേട്ടോ ഏറ്റവും ടോപ്പ്, ഈ ഒരു ഏരിയൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണിത്. ഇതാണ് ഏറ്റവും ടോപ്പ് ഭാഗം. ഇവിടെയൊക്കെ മൺമറഞ്ഞു പോയല്ലോ. നമ്മളാൾക്കാരുണ്ട് കേട്ടോ, കുരങ്ങന്മാർ. ഒരു ഏരിയയിലേ അങ്ങനെ ഗുഹകൾ കാര്യങ്ങളൊക്കെ വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്താണ് കേട്ടോ വീട് കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോവുക. എന്തോ നിർമ്മിതി ഉണ്ടായിട്ടുണ്ട്, ഫൗണ്ടേഷൻ ഇതാ കാണുന്നത്. ഏരിയന്നേ ഇത്രയും വലിയ ഗർത്താണ് കേട്ടോ. ഈ ഒരു കല്ലൊക്കെ കിട്ടോ അവിടെ ചാടാനായിട്ട് നിൽക്കുകയാണ്. ഒന്നുമില്ല കാണാൻ കേട്ടോ. ബാ നമുക്ക് ഞാൻ അവിടേക്ക് പോയേക്കാം. അവിടെയൊക്കെ ആ വീട് ബാ. നമ്മൾ ഈ വീടിൻ്റെ ഒക്കെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കുമ്പോൾ ഇങ്ങനെ കാണാമെന്നുള്ള കേട്ടോ. ഇനിയൊരു ടെലസ്കോപ്പും കൂടി ഉണ്ടെങ്കിൽ ഒന്നുമല്ല, എല്ലാം കാണാം ഇവിടുന്ന്. കുരങ്ങനൊക്കെ വേണ്ടണതാ പാവം, നമ്മൾ നോക്കിക്കാണ്ട് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ, പോയേക്കാം. അങ്ങനെ ഒരു ഗുഹ മാറി കേട്ടോ വരുന്നത്. അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒരു ഗുഹ ഉണ്ട്, എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല. ഇതെങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പുറത്തുനിന്നുള്ള സ്ട്രെച്ചിങ്. ഒരു സ്ട്രെച്ചിങ്ങൊക്കെ നോക്കിയിട്ടാ, ഇഷ്ടികൻ്റെയും ഇതിൻ്റെ ഒക്കെ പണ്ടത്തെ നിർമ്മിതിയാണ് കേട്ടോ. ഈ കാണുന്നത് അതിൻ്റെ രണ്ടിൻ്റെ മേൽക്കൂരയാണ് കേട്ടോ. ഈ കാണുന്നതിൻ്റെ അടിയിലാണ് ഗുഹമാരി ഉള്ളത്. ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഈ ഒരു ഏരിയ മൊത്തം ഉണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ. കടക്കാൻ പോകുന്നത് വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. മതിലുകളൊക്കെ നോക്കിയിട്ടാ, അവിടെ ഇങ്ങനെ ഒരു ജനൽ വരുന്നുണ്ട്, ഉള്ളിൽ കയറാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഇതൊരു വീടിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ, അല്ല പുറം ഭാഗമാണ്. ഈ ഒരു ഏരിയ ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞാടിയിട്ടുണ്ട്. ഇതിലേക്കേ കടക്കാൻ പറ്റും തോന്നുന്നില്ല ചേട്ടാ, കാരണം മൊത്തത്തിൽ ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞാടിയിട്ടുണ്ട്. ഫ്രണ്ടേജ് ഫുള്ള് കാടാണ്. ഇവിടെ ഇങ്ങനെ പാമ്പുകുറ്റിയും വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇതുപോലത്തെ ഒരു മതിൽ കാണുന്നുണ്ട് കേട്ടോ, ഒലോക്കിൻ്റെ മതിൽ. ഒരു 10 കല്ലിൻ്റെ വീതിയെങ്കിലും ഉണ്ടാവും ഈ ഒരു മതിലിന്. നോക്കിട്ടോ, ഒരു 10 കല്ലിൻ്റെ വീതിയെങ്കിലും കാണണം നമ്മുടെ നാട്ടിലത്തെ. മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഏരിയക്ക് വരണം. ഇതാണ്ടോ, ഇതാണ് കേട്ടോ ഫ്രണ്ടേജ്. ചവിട്ടുപടികൾ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ കയറേണ്ടിയിരുന്നത്. പക്ഷെ നമുക്ക് കയറാൻ കഴിഞ്ഞില്ല. ഇതിൽ കൂടി നമ്മൾ പലയിടത്തു കൂടി വന്ന് ഏരിയയിൽ സ്റ്റെപ്പുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പഴയ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫ്രണ്ടേജ് വരേണ്ടത്. ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഏകദേശം ഫ്രണ്ടേജ് എങ്ങനെയും കാണാം കേട്ടോ. ഇങ്ങനെയായിരുന്നു ഇറങ്ങി പോകേണ്ടിയിരുന്നത്. സ്റ്റെപ്പുകൾ കാണുന്നുണ്ട്. കൊണ്ടത് ഈ ഒരു സ്റ്റെപ്പ് കൂടി കേട്ടോ. ഇവിടെയൊക്കെ സ്റ്റെപ്പുകൾ കാണുന്നുണ്ട്, പയമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഉണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഒരാൾ മനസ്സിന് വരവില്ല കേട്ടോ. നമ്മൾ മാത്രം ഇന്ന് വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ഒരാളില്ല. പിന്നെ ഒരു 6 മണിയോടെ അടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ ഇറങ്ങുന്ന വഴി കിട്ടിയപ്പോൾ സന്തോഷമായിട്ടാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങൽ എങ്ങനെയാണെന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നതേ ഉള്ളൂ, കാരണം കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഞങ്ങൾ കയറിയത് വേറെ ഒരു അടുത്ത് കൂടിയാണ്, വഴി മാറി വന്നിട്ട് എന്തോ ഒരുപാടുണ്ടെന്നുള്ളതാണ്. ഒരു ദിവസം എടുത്ത് എക്സ്പ്ലോർ ചെയ്താലും തീരില്ല കേട്ടോ ഈ ഒരു സ്ഥലം, ഇത്രയ്ക്കുണ്ട്. ഞങ്ങളേ ഒരുപാട് ആഗ്രഹിച്ചാട്ടോ ഈ ഒരു കുളം കാണാൻ. ഇവിടെ റാണി കുളിച്ചിരുന്നൊരു കുളം ഉണ്ടായിരുന്നു, ആമ്പൽക്കുളമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കണ്ടെത്തിട്ടോ. നമ്മളുള്ളത് ജഗദേവ രാജാവിൻ്റെ കുളത്തിലാണ് കേട്ടോ. ഈ കാണുന്ന കുളമാണ്, വിശാലമായിട്ടുള്ള കുളം. ഈ കുളത്തിൽ താമരയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ആൾക്കാർ പറഞ്ഞാ. ഈ ഒരു കുളത്തിലാണ്
രാജാവിൻ്റെ രാജ്ഞിമാരും വിലൊക്കെ കുളിച്ചിരുന്നത്. അതുപോലെ ആമ്പല് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന ആൾക്കാർ പറഞ്ഞിരുന്നുണ്ട് നമ്മളോട് കയറുമ്പോൾ. ഇത് വളരെ സന്തോഷം. കാരണം ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ കയറി വന്നത് വേറെ റൂട്ട് കൂടി, കുറച്ച് ഡേഞ്ചറായിട്ട് കയറി വന്നത്, ഇറങ്ങിപ്പോണത് വേറെ റൂട്ട് കൂടി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞാൻ കുറേ തിരഞ്ഞു എവിടെയാണെന്നുള്ളത്. കാരണം ഈ മലൻ്റെ മേലേക്ക് വന്നപ്പോഴേ ഒരു ലോകമാണെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ മേലെ മദ്രസ്, സ്കൂള്, അംഗനവാടി, ഇങ്ങനെ വേണ്ട ഒട്ടുമിക്ക സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ, ഇത്ര ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്രയും വെടിവെപ്പ് കേന്ദ്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രജകളും കാര്യങ്ങളും ഈ ഒരു ഏരിയയിൽ വാഴുന്നതാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടോ. ആ ഒരു ഇതിങ്ങനെ നമുക്ക് മനസ്സിലേക്ക് വരും ഇവിടെ ഇങ്ങനെ വരുമ്പോൾ. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളെ കൃഷ്ണഗിരി കോട്ടയിലും ശോചനാവസ്ഥയിലാണ്. കാരണം എല്ലായിടത്തും കാടും പൊന്തിയും പിടിച്ചിട്ട് ഒരു നോട്ടം കൊണ്ട് വരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് കയറാനൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അതിലേറെ ഡേഞ്ചർ ഏരിയ ഉണ്ടോ കയറുമ്പോൾ. നല്ല ശ്രദ്ധിച്ച് വേണം കയറാനും. മഴക്കാലത്ത് ഒരിക്കലും ഇങ്ങോട്ട് വരാനും പാടില്ല. മതിലുകൾ ഉണ്ടായിരുന്നൊക്കെ ഇതായിട്ടുണ്ട്, ഒക്കെ കേടുവന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആ കുളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഓവർഫ്ലോ. ഇതിവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാടിച്ച് ഇങ്ങനെ പോകും. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടത്. ഏകദേശം 6 മണിയോടെ എടുത്തിട്ടുണ്ട്. നമ്മളുള്ള ഈ ഒരു ഏരിയയിലാട്ടാ വഴികളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ വഴികളൊക്കെ നാക്കാലികളും ജന്തുക്കളൊക്കെ നടക്കുന്ന വഴികളാണ്, അല്ലാതെ മനുഷ്യന്മാർ വന്നിട്ടുള്ളതല്ല കേട്ടോ. നമ്മൾ കണ്ട ആമ്പൽക്കോളം അവിടെയാണ്. ഒരു മതിൽ ഇവിടെയും കാണുന്നുണ്ട്, അപ്പിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പശുവിൻ്റെ ചിലപ്പോൾ കാട്ടുപോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. വഴി പൂർണ്ണമായിട്ടും തെറ്റിക്കട്ടെ. നമുക്ക് ഈ കൂടെ ഇറങ്ങണം എന്നുള്ള ഒരു ഐഡിയ കിട്ടണില്ല. എനിക്ക് നിൽക്കുന്ന ആ ഒരു ഏരിയക്ക് എൻട്രി എവിടെയെങ്കിലും കിട്ടണം, അങ്ങനെ ഇറങ്ങാൻ വിചാരിച്ചുകൊണ്ട് പോവാണ്. പാറക്ക് ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു, കല്ലിട്ട് അടച്ചാട്ടാ. ഇനി ഈ ഒരു പാറിൻ്റെ മേലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. ആ നിൽക്കുന്ന മല ഉണ്ടല്ലോ, അതിൻ്റെ മേലെയാണ് കോട്ടകൾ, വീട് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടവഴികൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നോക്കാം. കുറച്ചൊരു ഡേഞ്ചർ കുറഞ്ഞൊരു ഏരിയ ആയിട്ടാണ് തോന്നുന്നത്. GPS-ൻ്റെ സഹായത്തോടു കൂടി നടന്നിറങ്ങുള്ള പരിപാടി കേട്ടോ. ആകെപ്പെട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് പൊന്തക്കാട്. ഇനി നമ്മൾ ഇറങ്ങുന്ന ഏരിയ കേട്ടോ. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുത്തനെ കേട്ടോ, ഇങ്ങനെ കുത്തനെ, ഇത്രയും കുത്തനെയാണ്. ഈ ഒരു മലൻ്റെ മേലെ നിന്ന് ഇറങ്ങട്ടെ ഞങ്ങൾ. ഭയങ്കര അഡ്വഞ്ചറായിട്ടുള്ള യാത്ര കേട്ടോ. നല്ല റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ. പിന്നെ പേടിയൊന്നും പാടില്ല കേട്ടോ ആയിരിക്കും. ഇങ്ങനെ പെട്ടു കേട്ടോ. പെരും കാട്ടിൽ, ഇതാ പെരും കാട്ടിലാണ് നിൽക്കണേ. കുടുങ്ങിപ്പോയി. ഇതേതാണ് സ്ഥലം? ജഗദേവ് കാട്ടിലാട്ടോ, ജഗദേവ് മലയിലാണുള്ളത്. കുടുങ്ങിപ്പോയി. കറക്റ്റ് വഴിയും കാര്യങ്ങളും കാണാത്തതുകൊണ്ടേ പെട്ടുപോയി ഞങ്ങൾ. ഇതെല്ലാവരും തിരിക്കുന്നത് ഇവിടെ. ഇനി രാവിലെ നേരം വെളുത്തിട്ട് എന്തെങ്കിലും കാട്ടാൻ പറ്റുള്ളൂ. 6 മണി ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴേ, അപ്പോൾ ഇറങ്ങാൻ കഴിഞ്ഞില്ല, അവിടെ എത്താൻ പറ്റില്ല. കാരണം വഴികൾ എവിടെയെന്നുള്ള മനസ്സിലാവണില്ലേ, പലയിടത്താണ് വഴികൾ. അങ്ങനെ പെട്ടു കേട്ടോ. ഈ രാവിലെ നീച്ചിട്ട് ഈ ഇറങ്ങിയ ഏരിയക്ക് റിട്ടേൺ കയറിയിട്ട് വേണം താഴത്തേക്ക് ഇറങ്ങാൻ. എങ്ങനെ ഇറങ്ങാൻ നോക്കിയിട്ട് അങ്ങനെ കുടുങ്ങിപ്പോയിട്ടോ. ഇനി ഈ ഭാഗത്തേക്കൊക്കെ വരുന്നോണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളിട്ടോ. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ 2 മണിക്ക് ഞങ്ങൾ കയറിയത്, 2:30 അപ്പോൾ തിരിച്ച് 6 മണിയായി നോക്കിയാൽ പെട്ട സമയം. എന്നാൽ തന്നെ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ വഴി കറക്റ്റായിട്ടില്ല കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ആ കാട്ടിൽ, ഇതാ ഈ കാണുന്ന ഏരിയ കൂടെ ഇങ്ങനെ ഒരു കാടാണ്, ആ കാട്ടിൽ കണ്ട് ഇറങ്ങി. ഞങ്ങൾ അതിൽ കൂടെ വഴി ഉണ്ടാവും നിർത്തിയിട്ടാണ്ട് ഇറങ്ങി. പിന്നെ നോക്കുമ്പോൾ ഒരു പാറപ്പുറത്ത് പോയിട്ട് നിൽക്കുക. പിന്നെ തപ്പം തിരിച്ച് കയറി. ഇനി നാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റന്നാളെ കാണാം. കാരണം ഇവിടെ കാട്ടുപോത്തും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. നോക്കട്ടെ, ഞങ്ങൾ പാറമ്മ ഇരിക്കട്ടെ, പാറമ്മ കിടക്കാനുള്ള പരിപാടിയാണ്.